നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിച്ചേക്കും എന്നുള്ള സൂചന നൽകി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വാദ്ര. പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നടക്കം ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോൺ വിളികൾ തന്നെ തേടിയെത്തുന്നുണ്ട് എന്നുകൂടി റോബർട്ട് വാദ്ര പറയുന്നുണ്ട്. ജനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തയ്യാറാണ് എന്നാണ് റോബർട്ട് വാദ്ര ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1999 മുതൽ തന്നെ താൻ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചരണ രംഗത്ത് വളരെ സജീവമായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല അമേഠിയിൽ തന്റെ പോസ്റ്ററുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി റോബർട്ട് വാദ്ര തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്തായാലും 2019 വരെ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്നു അമേഠി എന്ന് നമുക്കറിയാം. പക്ഷേ 2019 അമേഠിയുടെ തലവര മാറി അവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്മൃതി ഇറാനി അമേഠി എന്ന കോട്ട പിടിച്ചെടുക്കുകയായിരുന്നു. എന്തായാലും അമേഠിയിൽ ജനങ്ങൾ 5 വർഷം മുൻപ് ചെയ്ത തെറ്റ് തിരുത്താൻ അവർക്ക് അവസരം ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് താൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് എന്നൊക്കെയാണ് റോബർട്ട് വാദ്ര കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. എന്തായാലും റോബർട്ട് വാദ്ര എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ്, ഒരു ബിസിനസ്സുകാരനാണ്, ഗാന്ധി കുടുംബത്തിലെ മിസ്റ്റർ മരുമകനാണ്. പക്ഷെ ഇതിനും അപ്പുറത്തേക്ക് ആരാണ് ഈ റോബർട്ട് വാദ്ര എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാന്ധി കുടുംബത്തിലെ മരുമകനാണ് ഈ റോബർട്ട് വാദ്ര. അദ്ദേഹം രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ല എങ്കിൽ പോലും അണിയറയിൽ വളരെ കരുത്തനായി തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് 2019 തന്നെ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി രാജ്യമെമ്പാടും പ്രചരണത്തിന് വേണ്ടി മുന്നിൽ നിന്നിരുന്നു. എന്നാൽ ഇതുവരെയും ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച ചരിത്രം ഈ റോബർട്ട് വാദ്രയ്ക്കില്ല. രണ്ടാമതായി 1997കളിലാണ് വാദ്ര അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതം ആരംഭിക്കുന്നത്. ആർടെക്സ് എന്ന പേരിൽ ഒരു കരകൗശല കമ്പനി ആയിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. കരകൗശല വസ്തുക്കളുടെ വിപണനം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് റിയൽ എസ്റ്റേറ്റ്, അതിനോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി എന്നിങ്ങനെ ഒന്നിലധികം മേഖലകളിലേക്ക് റോബർട്ട് വാദ്രയുടെ ബിസിനസ് ശൃംഖല വ്യാപിക്കുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അദ്ദേഹത്തിന്റെ പങ്കാളിയാണ് ഈ DLF എന്ന് അറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ ഗ്രൂപ്പ്. മൂന്നാമതായി വാദ്ര രാഷ്ട്രീയത്തിൽ എപ്പോഴും പിന്നണിയിൽ മാത്രം തുടരുന്ന ഒരാളായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ 2012 ശേഷം പിന്നണിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന റോബർട്ട് വാദ്രയെ പ്രതിപക്ഷം ലക്ഷ്യം വെക്കാൻ തുടങ്ങി. കാരണം രണ്ടാം മൻമോഹൻ സർക്കാരിന്റെ കാലത്ത് രാജ്യം അടിമുടി അഴിമതിയിൽ മുങ്ങുകയായിരുന്നു. ഗാന്ധി കുടുംബത്തിലെ ഏക ബിസിനസ്സുകാരന്റെ നേർക്ക് സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരും എന്നതുകൊണ്ടുകൂടിയാണ് ഈ കാലഘട്ടം മുതൽ പ്രതിപക്ഷത്തിന്റെ കണ്ണിലെ കരടായി റോബർട്ട് വാദ്ര മാറി തുടങ്ങുന്നത്. നാലാമതായി 2011 ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ വാദ്രയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. വാദ്രയ്ക്ക് 65 കോടി രൂപ പലിശരഹിത വായ്പ ലഭിച്ചിട്ടുണ്ട് എന്നും DLF ഗ്രൂപ്പുമായി ഭൂമി ഇടപാടുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും ആദ്യമായി രാജ്യത്തോട് പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ ആണ്. ഒരു വിരോധാഭാസം എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കും, ഇപ്പോൾ ഈ INDA മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ആം ആദ്മി പാർട്ടി നിലനിൽക്കുന്നുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായ സമയത്തുൾപ്പെടെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ ഇതേ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് 2011 കാലഘട്ടത്തിൽ ഈ കോൺഗ്രസിന്റെ മിസ്റ്റർ മരുമകനെതിരെ വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. DLF ഗ്രൂപ്പിന് രാഷ്ട്രീയമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് 65 കോടി രൂപയുടെ ഒരു പലിശരഹിത വായ്പ വാദ്രയ്ക്ക് ലഭിച്ചത് എന്ന വളരെ ഗുരുതരമായ ആരോപണം ആ കാലഘട്ടത്തിൽ രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അഞ്ചാമതായി 2015 കാലഘട്ടത്തിൽ ബീക്കാനീറിലെ കോളയാട് പ്രദേശത്ത് അനധികൃത ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിൽ റോബർട്ട് വാദ്രയ്ക്കും അദ്ദേഹത്തിന്റെ അമ്മ മൗറിനും രാജസ്ഥാൻ ഹൈക്കോടതി ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. 69 ഏക്കർ ഭൂമി വാങ്ങി രാജസ്ഥാൻ സർക്കാരുമായി ഒത്തുകളിച്ച് ഭൂമി അമിത വിലയ്ക്ക് വിറ്റതായിരുന്നു ഈ സംഭവങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത്. ഈ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റോബർട്ട് വാദ്രയുടെ കമ്പനിയായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റിക്കെതിരെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മിസ്റ്റർ മരുമകൻ എന്ന ടാഗ് ലൈനപ്പുറം ഇതൊക്കെ കൂടിയാണ് റോബർട്ട് വാദ്ര. റോബർട്ട് വാദ്രയുടെ പ്രസ്താവനയെ കോൺഗ്രസ് തന്നെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രിയങ്ക അമേഠിയിലും രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കണമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ കട്ടിൽ കണ്ട് പനിക്കേണ്ട എന്ന് തന്നെയാണ് BJPയും കോൺഗ്രസും ഒന്നിച്ച് റോബർട്ട് വാദ്രയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മിസ്റ്റർ മരുമകൻ ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിൽ
റോഡിൽ കൂടി ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ശരശയ്യയിലായ കോൺഗ്രസ് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും അത്.